നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. അവയവ കച്ചവട കേസിൽ ഇടനിലക്കാരുടെ വീടുകളിൽ ഇഡി പരിശോധന. കൊല്ലം പുളിയത്തുമുക്ക് സ്വദേശിനി ശ്രീജ, കൊല്ലം സ്വദേശി സുധീർ എന്നിവരുടെ വീടുകളിലാണ് പരിശോധന നടത്തിയത്. സംസ്ഥാനത്ത് 5 ഇടങ്ങളിൽ റെയ്ഡ്. ട്രെയിൻ യാത്രക്കാരുടെ ദുരിതത്തിന് താൽക്കാലിക ആശ്വാസം. സ്പെഷ്യൽ ട്രെയിനുകൾ ജൂലൈ വരെ നീട്ടാൻ തീരുമാനം. തിരുവനന്തപുരം ബംഗളൂരു റൂട്ടിൽ ഓടുന്ന വിവിധ സ്പെഷ്യൽ ട്രെയിനുകളാണ് നീട്ടിയത്. ക്രെയിൻ മറിഞ്ഞ അപകടം. ചക്കുവള്ളി ജംഗ്ഷന് സമീപമാണ് അപകടമുണ്ടായത്. ദേവസ്വം ബോർഡിന്റെ സ്ഥലത്ത് അപകടാവസ്ഥയിൽ നിന്ന് പാലമരം മുറിച്ചു നീക്കുന്നതിനിടെയായിരുന്നു അപകടം. വിശദമായ വാർത്തകളിലേക്ക്. അവയവ കച്ചവട കേസിൽ ഇടനിലക്കാരുടെ വീടുകളിൽ ഇഡി പരിശോധന. കൊല്ലം പുളിയത്തുമുക്ക് സ്വദേശിനി ശ്രീജ, കൊല്ലം സ്വദേശി സുധീർ എന്നിവരുടെ വീടുകളിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തിയത്. ഇതേ കേസിൽ നേരത്തെ ഇരുവരെയും അറസ്റ്റ് ചെയ്തിരുന്നു. അവയവ കച്ചവട കേസുമായി ബന്ധപ്പെട്ടാണ് കൊല്ലത്ത് ഇടനിലക്കാരെന്ന് ആരോപിക്കപ്പെടുന്ന 2 പേരുടെ വീടുകളിൽ ഇഡി പരിശോധന നടത്തിയത്. പുളിയത്തുമുക്ക് സ്വദേശിനി ശ്രീജയുടെയും കൊല്ലം സ്വദേശി സുധീറിന്റെയും വീടുകളിലാണ് ഇഡി പരിശോധന നടത്തിയത്. കേസുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളും രേഖകളും പരിശോധിക്കുന്നതിന്റെ ഭാഗമായാണ് ഇഡി നടപടി. ഇതേ കേസിൽ നേരത്തെ ഇരുവരെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അവയവദാനത്തിന്റെ മറവിൽ നടന്നതായി ആരോപിക്കപ്പെടുന്ന സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനായിരുന്നു പരിശോധന. ഇതേസമയം അവയവക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്ത് 5 ഇടത്താണ് ഇഡി റെയ്ഡ് നടത്തിയത്. കൊച്ചിയിലെ 2 സ്വകാര്യ ആശുപത്രികൾ, കോട്ടയത്തെയും തിരുവനന്തപുരത്തെയും ഓരോ ആശുപത്രികൾ എന്നിവിടങ്ങളിലും റെയ്ഡ് നടന്നു. അവയവക്കടത്തുമായി ബന്ധപ്പെട്ട് കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇഡിയുടെ നിർണായക നീക്കം. കേസിൽ നേരത്തെ അറസ്റ്റിലായ പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്നും സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ പരിശോധിച്ചതിൽ നിന്നുമാണ് സ്വകാര്യ ആശുപത്രികളിലേക്ക് അന്വേഷണം നീണ്ടത്. പരിശോധന നടക്കുന്ന കേന്ദ്രങ്ങളിൽ കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു. അവയവക്കടത്ത് കേസിലെ സൂത്രധാരന്മാരിൽ ഒരാളെന്ന് വിശ്വസിക്കപ്പെടുന്ന നജീബിന്റെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വൻതോതിൽ പണം എത്തിയിട്ടുണ്ടെന്ന് ഇഡി കണ്ടെത്തിയിട്ടുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പാവപ്പെട്ട മനുഷ്യരെ കണ്ടെത്തി കുറഞ്ഞ തുക നൽകിയാണ് ഇവരുടെ അവയവങ്ങൾ സംഘം കൈക്കലാക്കിയിരുന്നത്. ഇതേ അവയവങ്ങൾ ആവശ്യക്കാരിൽ നിന്ന് കോടികൾ വാങ്ങി മറിച്ചു വിറ്റു. അവയവദാനത്തിനുള്ള നിയമപരമായ തടസ്സങ്ങൾ മറികടക്കാൻ ജനപ്രതിനിധികൾ, ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ വ്യാജ ലെറ്റർ ഹെഡുകളും സീലുകളും ഇവർ നിർമ്മിച്ചിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊല്ലം ജില്ലാ പ്രസിഡന്റായി എസ് ദേവരാജിനെയും ജനറൽ സെക്രട്ടറിയായി ജോജോ കെ എബ്രഹാമിനെയും തിരഞ്ഞെടുത്തു. ഏകോപന സമിതി ജില്ലാ ദ്വൈവാർഷിക കൗൺസിൽ യോഗമാണ് ഭാരവാഹികളെ തിരഞ്ഞെടുത്തത്. സംരംഭകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതുവരെ ആരോടും സന്ധിയില്ലെന്ന് കൗൺസിൽ ഉദ്ഘാടനം ചെയ്ത സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര പറഞ്ഞു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊല്ലം ജില്ലാ ദ്വൈവാർഷിക കൗൺസിലാണ് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തത്. എസ് ദേവരാജനെ പ്രസിഡന്റായും അഡ്വക്കേറ്റ് ജോജോ കെ എബ്രഹാമിനെ ജനറൽ സെക്രട്ടറിയായും ബി രാജീവ്, എസ് കബീർ, എസ് നൌഷാറുദ്ദീൻ, എൻ രാജീവ്, എം ഇസ്മയിൽ, ആർ വിജയൻപിള്ള, എ കെ ഷാജഹാൻ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും എഫ് ആന്റണി, എസ് രമേശ് കുമാർ, ഡി വാവച്ചൻ, ബി പ്രേമാനന്ദ്, എ കെ ജോഹർ, ജി രാജൻ കുറുപ്പ്, എസ് സാദിഖ, ഡി വാവച്ചൻ, ബി പ്രേമാനന്ദ്, എ കെ ജോഹർ, ജി രാജൻ കുറുപ്പ്, എസ് സാദിഖ, ഡി മാമച്ചൻ എന്നിവരാണ് മറ്റു ഭാരവാഹികൾ. എ അൻസാരിയാണ് ട്രഷറർ. സംരംഭകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതുവരെ ആരോടും സന്ധിയില്ലെന്ന് ദ്വൈവാർഷിക കൗൺസിൽ ഉദ്ഘാടനം ചെയ്ത വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര പറഞ്ഞു. വഴിയോര വ്യാപാരം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വിവിധ സൊസൈറ്റികളുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമാന്തര വ്യാപാരം, ഓൺലൈൻ വ്യാപാരം, വ്യാപാര മന്ത്രാലയം യാഥാർത്ഥ്യമാക്കുന്നതിനാവശ്യമായ നിയമനിർമ്മാണം, അശാസ്ത്രീയമായ ദേശീയപാത നിർമ്മാണം, ചെറുകിട പട്ടണങ്ങളിലേക്കുള്ള കുത്തകളുടെ കടന്നുവരവ് തുടങ്ങിയ വിഷയങ്ങളിൽ മുഖ്യമന്ത്രിയുടെ അടിയന്തര ശ്രദ്ധ പതിയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മാത്രമല്ല നമ്മുടെ വ്യാപാര സംഘം മാസികയിൽ അതിശക്തമായ ഭാഷയിൽ സിവിൽ സ്കോറിന്റെ ദോഷവശങ്ങൾ ഞാൻ പ്രസിദ്ധീകരിച്ചു. അതിൽ ഇംഗ്ലീഷ് കോപ്പി ബഹുമാനപ്പെട്ട ധനമന്ത്രിക്കും റിസർവ് ബാങ്കിനും അയച്ചു. എന്നിട്ട് ധനമന്ത്രിയുമായി ബന്ധപ്പെട്ടു. എന്നിട്ട് അവിടുന്ന് റിസർവ് ബാങ്ക് ഓഫീസിൽ ബന്ധപ്പെട്ടു വിശദമായ ഒരു റിപ്പോർട്ട് കൊടുക്കാനാണ്.
ഈ 28 സംസ്ഥാനങ്ങളിലും സിവിൽ സ്കോർ നമ്മുടെ സാമ്പത്തിക നില എത്ര മെച്ചപ്പെട്ടാണ്. ഏതെങ്കിലും ഒരു സമയത്ത് സിവിൽ സ്കോർ പോയാൽ നമുക്ക് ബാങ്ക് ലോൺ കിട്ടാത്തത് കൊണ്ട് നഷ്ടപ്പെട്ട ജീവിതങ്ങൾ, ജീവിത സാഹചര്യങ്ങൾ, അത് വിശദമായ റിപ്പോർട്ടുകൾ റിസർവ് ബാങ്കിന്റെ നൽകിക്കൊടുത്തു. 2014 മുതൽ 2025 വരെ അരങ്ങാപ്പാറ റിസർവ് ബാങ്ക് പല എംപിമാരും കൊടുത്ത് റിസർവ് ബാങ്ക് പ്രിയയുടെ ചരിത്രത്തിൽ ആദ്യമായി റിസർവ് ബാങ്കിന്റെ യോഗം കൂടി തീരുമാനിച്ചു, ഇനി മുതൽ നമ്മൾ ലോൺ കൊടുക്കുമ്പോൾ സിവിൽ സ്കോർ മാത്രം നോക്കണ്ട, ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അതുകൂടെ പരിഗണിച്ച് ലോൺ കൊടുക്കാൻ അധികാരം മാനിച്ചു കൊടുക്കുവാൻ ഈ സംഘടനയ്ക്ക് കഴിഞ്ഞു, വ്യാപാരി മാസികയ്ക്ക് കഴിഞ്ഞു എന്ന അഭിമാനപൂർവ്വം പറയുകയാണ്. ജില്ലാ പ്രസിഡന്റ് എസ് ദേവരാജൻ അധ്യക്ഷത വഹിച്ചു. കാരണം ഒരു യൂണിറ്റിൽ 10ലധികം ആളുകൾ ചേരാൻ തയ്യാറായി വരുന്നുണ്ട്. ആ യൂണിറ്റ് അവരുടെ യൂണിറ്റ് ഭാഗമാക്കി അവരുടെ ആ ലിസ്റ്റ് സമാഹരിച്ച് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ പറയുന്ന മുറയ്ക്ക് അവർ പണം വാങ്ങി ജില്ലയിലേക്ക് അടയ്ക്കുകയും പെട്ടെന്ന് തന്നെ അതിൻ്റെ അപേക്ഷാ ഫോമൊക്കെ പൂരിപ്പിച്ച് നൽകി അത് പൂർത്തീകരിക്കുകയാണ്. കാരണം എന്ന് പറയുന്നത് നമുക്ക് ഒരു 4ാം ഘട്ടം എന്ന നിലയ്ക്ക് ചേരുന്ന ആളുകളെ സ്വീകരിക്കാൻ കഴിയും. ജനാധിപത്യം വ്യാപാരി വ്യവസായി ഏകോപന സമിതി തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ എന്താണെന്ന് അക്കമിട്ട് നിർത്തിയപ്പോൾ അത് അംഗീകരിക്കാനും അനുസരിക്കാനും കൊല്ലം ജില്ലയിലെ പ്രബുദ്ധരായിട്ടുള്ള വ്യാപാരി വ്യവസായി സമൂഹം കൗൺസിൽമാരെടുത്ത തീരുമാനമാണ് ഇന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള നേട്ടം. ഇന്ന് 900ഓളം മെമ്പർമാർക്ക് ഇവിടെ ഇരിക്കാനുള്ള അവസരം അതാണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്താൻ ഈ സന്ദർഭം വിനിയോഗിക്കണം. മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നില്ല. നമ്മുടെ രാജ്യം എത്രയോ മുന്നോട്ടേക്ക് നീങ്ങി. സംഘടന രൂപീകരിക്കുമ്പോഴുള്ള പ്രശ്നമാണോ ഇന്ന് വ്യാപാരികൾ അഭിമുഖീകരിക്കുന്നത്? ഇന്ന് വിദ്യാഭ്യാസം ആര് ചെയ്യണം, വ്യാപാരം ആര് ചെയ്യണം എന്ന തീരുമാനം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ കൊണ്ട് നമുക്ക് എടുപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വ്യാപാര കേന്ദ്രങ്ങളായി മാറിയിരിക്കുന്നു. നമ്മുടെ കടയുടെ മുന്നിൽ വഴിയോര വ്യാപാരം തഴച്ചു വളരുന്നു. അവരെയെല്ലാം പ്രോത്സാഹിപ്പിക്കാനുള്ള സമീപനം ഒരു ഭാഗത്ത് നടത്തുന്നു. പോലീസ് അസോസിയേഷൻ വ്യാപാര മേഖലയിലേക്ക് മാറിയിരിക്കുന്നു. അതുപോലെ തന്നെ ഓൺലൈൻ വ്യാപാരം, വ്യവസ്ഥാപിതമായ വ്യാപാരം ചെയ്യുന്നവർക്ക് അടച്ചുപൂട്ടാൻ കഴിയുന്ന നിയമനിർമ്മാണം നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ക്രെയിൻ മറിഞ്ഞ അപകടം. ചക്കവള്ളി ജംഗ്ഷന് സമീപമാണ് അപകടമുണ്ടായത്. ദേവസ്വം ബോർഡിന്റെ സ്ഥലത്ത് അപകടാവസ്ഥയിൽ നിന്ന് പാലമരം മുറിച്ചു നീക്കുന്നതിനിടെ ക്രെയിൻ മറിയുകയായിരുന്നു. ആളപായമില്ല. ചക്കുവള്ളി ജംഗ്ഷന് സമീപം ദേവസ്വം ബോർഡിന്റെ സ്ഥലത്ത് അപകടാവസ്ഥയിൽ നിന്ന് പാലമരം മുറിച്ചു നീക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. മരം മുറിച്ചു നീക്കുന്നതിനിടെ ശിഖരങ്ങൾ താങ്ങി നിർത്താൻ ഉപയോഗിച്ച ക്രെയിനാണ് അപകടത്തിൽപ്പെട്ടത്. മറ്റൊരു ക്രെയിൻ കൊണ്ടുവന്നാണ് മറിഞ്ഞ ക്രെയിൻ ഉയർത്തി മാറ്റിയത്. അപകടത്തിൽ ആളപായമില്ല. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശത്തിൽ മലയോര ഗ്രാമങ്ങളും കട്ടൌട്ടുകളും ബോർഡുകളും സ്ഥാപിക്കുകയും പന്തയും വെച്ചുമെല്ലാം മലയോര പ്രദേശങ്ങളും ഫുട്ബോളിന്റെ ആവേശത്തിൽ നിറയുകയാണ്. പത്തനാപുരം, ചേകം, കടക്കാമൺ എന്നിവിടങ്ങളിൽ ഫുട്ബോൾ ചർച്ചകളും അവലോകനങ്ങളും ഉൾപ്പെടെ നടക്കുന്നു. ഫൈനലിൽ അർജന്റീനയായിട്ട് മത്സരം നടത്തും. ഫ്രാൻസ്, അർജന്റീന. ലോകമാകമാനം ഒരു പന്തിനെ ചുറ്റിപ്പറ്റിയുള്ള ആവേശത്തിലാണ്. ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശം കിഴക്കൻ മലയോര ഗ്രാമങ്ങളിലും സജീവമാണ്. പത്തനാപുരം, ചേകത്തും കടക്കാമണ്ണിലും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ലോകകപ്പ് ഫുട്ബോൾ ടീമുകളുടെ ആരാധകരും ഏറെയാണ്. കട്ടൗട്ടുകളും ഫ്ലക്സ് ബോർഡുകളും സ്ഥാപിച്ച് ഇവർ തങ്ങളുടെ ആവേശം പങ്കുവയ്ക്കുന്നു. രാവിലെയും വൈകുന്നേരവും ഫുട്ബോൾ ചർച്ചകളും അവലോകനങ്ങളും ഉൾപ്പെടെയാണ് യുവാക്കളടങ്ങുന്ന കൂട്ടം സംഘടിപ്പിച്ചിട്ടുള്ളത്. പ്രോഗ്രസീവ് ക്ലബിന്റെ അംഗങ്ങളിൽ ഭൂരിപക്ഷവും ഫുട്ബോളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാണ്. എന്നാൽ വ്യത്യസ്ത ടീമുകളുടെ ആരാധകരുമാണ് ഇവർ. പോർച്ചുഗൽ ടീമിനെ കൂടുതൽ അംഗങ്ങൾ ഇഷ്ടപ്പെടുമ്പോൾ അർജന്റീന, ബ്രസീൽ, ഫ്രാൻസ്, സ്പെയിൻ തുടങ്ങിയ ടീമുകൾക്കും ആരാധകർ ഏറെയാണ്. ലോകകപ്പ് ഖത്തർ ടീമിലിടം നേടിയ ആദ്യ മലയാളി തഫ്സീൻ മുഹമ്മദിനും ഖത്തർ ടീമിനും ഇവിടെ ആരാധകരുണ്ട്.
റൊണാൾഡോയുടെയും മെസ്സിയുടെയും നെയ്മറുടെയും തക്സിന്റെയും ഒക്കെ ചിത്രങ്ങളും പേരും പതിച്ച ജെയ്സിയും ബൂട്ടും ബുക്ക് ചെയ്ത് കാത്തിരിക്കുന്നവരും ഇവിടെയുണ്ട്. പകലും രാത്രിയുമായി ഫുട്ബോൾ മത്സരം തത്സമയം കാണാനായി സ്ക്രീനുകളും ഗ്രാമങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ട്രെയിൻ യാത്രക്കാരുടെ ദുരിതത്തിന് താൽക്കാലിക ആശ്വാസമായി സ്പെഷ്യൽ ട്രെയിനുകൾ നീട്ടാൻ തീരുമാനം. ജൂലൈ മാസം വരെ നീട്ടാനാണ് ദക്ഷിണ റെയിൽവേയുടെ തീരുമാനം. തിരുവനന്തപുരം ബംഗളൂരു റൂട്ടിലോടുന്ന വിവിധ സ്പെഷ്യൽ ട്രെയിൻ സർവീസുകളാണ് ജൂലൈ മാസത്തേക്ക് കൂടി നീട്ടാൻ തീരുമാനിച്ചത്. IT ജീവനക്കാരും വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ള സാധാരണക്കാരായ യാത്രക്കാർക്ക് ആശ്വാസം പകരുന്നതാണ് സ്പെഷ്യൽ ട്രെയിൻ സർവീസുകൾ ജൂലൈ മാസത്തേക്ക് കൂടി നീട്ടാനുള്ള ദക്ഷിണ റെയിൽവേയുടെ തീരുമാനം. തിരുവനന്തപുരം നോർത്ത് SMVT ബംഗളൂരു സർവീസുകളാണ് നീട്ടിയത്. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:25 ബംഗളൂരുവിൽ നിന്ന് പുറപ്പെട്ട ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1:15 തിരുവനന്തപുരം നോർത്തിലെത്തുന്ന സർവീസും ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞ് 3:15 തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെട്ട ബുധനാഴ്ച രാവിലെ 8:30 ബംഗളൂരുവിലെത്തുന്ന സർവീസും ജൂലൈ വരെ നീട്ടിയിട്ടുണ്ട്. എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം 7:25 ബംഗളൂരുവിൽ നിന്ന് പുറപ്പെട്ട വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:15 തിരുവനന്തപുരത്ത് എത്തുകയും വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് 3:15 തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട വെള്ളിയാഴ്ച രാവിലെ 8:30 ബംഗളൂരുവിൽ എത്തുകയും ചെയ്യുന്ന സർവീസും നീട്ടി. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 10 ബംഗളൂരുവിൽ നിന്നും പുറപ്പെട്ട് ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 തിരുവനന്തപുരത്ത് എത്തുകയും ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് 2:15 തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെട്ട ഞായറാഴ്ച രാവിലെ 8:15 ബംഗളൂരുവിൽ എത്തുകയും ചെയ്യുന്ന സ്പെഷ്യൽ സർവീസും നീട്ടിയിട്ടുണ്ട്. സ്പെഷ്യൽ ട്രെയിനുകൾ നീട്ടിയത് താൽക്കാലികമായി ആശ്വാസമാണെങ്കിലും റെയിൽവേയുടെ കൺകെട്ട് വിദ്യയാണ് ഇതെന്ന് യാത്രക്കാരുടെ വിവിധ സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നു. സ്പെഷ്യൽ എന്ന പേരിൽ സാധാരണ ട്രെയിനുകളെക്കാൾ ഉയർന്ന ചാർജ് ഈടാക്കി യാത്രക്കാരെ പിഴിഞ്ഞെടുക്കുന്ന റെയിൽവേ നയത്തിനെതിരെ കടുത്ത അമർഷവുമുണ്ട്. സ്പെഷ്യൽ ട്രെയിനുകൾക്ക് പകരം കുറഞ്ഞ നിരക്കിലുള്ള സ്ഥിരം ട്രെയിനുകൾ അനുവദിക്കാൻ റെയിൽവേ മന്ത്രാലയം തയ്യാറാകണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ന്യൂസ് ഡെസ്ക്. KSEBയുടെ പ്രവർത്തനം കൂടുതൽ ജനസൗഹൃദമാകണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. മഴക്കാല ജാഗ്രതാ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. കരുനാഗപ്പള്ളി മണ്ഡലത്തിൽ KSEBക്ക് സ്വന്തമായി ഓഫീസ് കെട്ടിടം, ചടയമംഗലം, ഈസ്റ്റ് കല്ലട എന്നിവിടങ്ങളിൽ സബ്സ്റ്റേഷനുകൾ, പടിഞ്ഞാറേ കല്ലടയിൽ ഇലക്ട്രിക്കൽ സെക്ഷൻ എന്നീ നിർദ്ദേശങ്ങൾ മന്ത്രി അംഗീകരിച്ചു. വൈദ്യുതി വിതരണത്തിലെ പ്രശ്നങ്ങൾ സമയബന്ധിതമായി പരിഹരിച്ച KSEBയുടെ പ്രവർത്തനം ജനസൗഹൃദമാക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. കൊല്ലം, പത്തനംതിട്ട മേഖലയിലെ KSEBയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ കൊട്ടാരക്കര വൈദ്യുതി ഭവനിൽ ചേർന്ന പ്രത്യേക യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു മന്ത്രി. മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി രൂപീകരിച്ച ട്രീ കട്ടിംഗ് കമ്മിറ്റികൾ കാര്യക്ഷമമാകണം. നിയോജക മണ്ഡല, പഞ്ചായത്ത്, വാർഡ് തലങ്ങളിൽ മഴക്കാല ജാഗ്രതാ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കണം. കരുനാഗപ്പള്ളി മണ്ഡലത്തിൽ KSEBക്ക് സ്വന്തമായി ഓഫീസ് കെട്ടിടം അനുവദിക്കണമെന്നും ജീവനക്കാരുടെ അഭാവം പരിഹരിക്കണമെന്നും ആവശ്യമുയർന്നു. ചടയമംഗലത്ത് പ്രത്യേക സബ്സ്റ്റേഷൻ സ്ഥാപിക്കണം. തേവലക്കര സബ്സ്റ്റേഷൻ പൂർത്തീകരിക്കണം. ഈസ്റ്റ് കല്ലടയിൽ 110 kV സബ്സ്റ്റേഷൻ സ്ഥാപിക്കണം. പടിഞ്ഞാറേ കല്ലട കേന്ദ്രീകരിച്ച് പുതിയ ഇലക്ട്രിക്കൽ സെക്ഷൻ രൂപീകരിക്കണം. ശാസ്താംകോട്ട സബ്സ്റ്റേഷൻ 220 kV ആയി ഉയർത്തണം. ഹൈവേ നിർമ്മാണത്തിനായി ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ വിച്ഛേദിച്ച വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിക്കണം. പുനലൂർ പേപ്പർ മില്ലിനടുത്തായി സബ്സ്റ്റേഷൻ സ്ഥാപിക്കണം. തെരുവ് വിളക്കുകൾ കൃത്യമായി പേരും നമ്പരുമുള്ള തെരുവുകളിൽ മാത്രമേ സ്ഥാപിക്കാൻ കഴിയൂ എന്ന വൈദ്യുതി വകുപ്പ് ഡയറക്ടറേറ്റ് നിർദ്ദേശത്തിലെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കണം. മയ്യനാട്, താന്നി മേഖലയിൽ പുതിയ സബ്സ്റ്റേഷൻ സ്ഥാപിക്കണം. ഇരവിപുരം മണ്ഡലത്തിൽ ദേശീയപാത നിർമ്മാണത്തോടനുബന്ധിച്ച് വൈദ്യുതി കേബിളുകൾ സ്ഥാപിക്കാനെടുത്ത കുഴികൾ ഉടനെ മൂടണം. ശബരിമല, കോന്നി മേഖലയിൽ നിലവിലുള്ള കോന്നി സബ്സ്റ്റേഷൻ നവീകരിക്കണം. നിലയ്ക്കൽ സബ്സ്റ്റേഷനിലെ പ്രവൃത്തികൾ ത്വരിതപ്പെടുത്തണം. KIP കനാൽ പുറമ്പോക്കിൽ താമസിക്കുന്നവർക്ക് വൈദ്യുതി കണക്ഷൻ നൽകുന്നത് പരിഗണിക്കണം. സോളാർ വൈദ്യുതി പദ്ധതി ഉപയോക്താക്കൾക്ക് സ്മാർട്ട് മീറ്റർ നൽകണം. കൊല്ലം, പത്തനംതിട്ട എന്നിവിടങ്ങളിലെ വിവിധ കാര്യാലയങ്ങളിലെ ജീവനക്കാരുടെയും ഉദ്യോഗസ്ഥരുടെയും എണ്ണത്തിലെ പരിമിതി പരിഹരിക്കണം എന്നീ നിർദ്ദേശങ്ങൾ യോഗത്തിൽ മന്ത്രി അംഗീകരിച്ചു. ഒരു കാര്യം കൂടെ, പത്തനംതിട്ടയിലെ ഈ മരം ടച്ചിങ് ഒഴിക്കണം, അത് ആവശ്യമാണ്. പക്ഷെ അത് ആവശ്യത്തിലധികം മരം വേരോടെ പിഴുതെടുക്കുകയോ അല്ലെങ്കിൽ താഴെ വെച്ച് തന്നെ അറുത്ത് മുറിക്കുകയോ അല്ലെങ്കിൽ വെട്ടിക്കുറയോ ചെയ്താൽ ചാനലുകളിൽ വലിയ വാർത്തയാണ്. എന്നോട് ഭാര്യ പറഞ്ഞത്, നിങ്ങൾ കണ്ടില്ല, ഞാൻ മുഴുവൻ ചാനലും കാണാനില്ല, അവയില്ലാത്തതുകൊണ്ട്. പിന്നെ അത് കണ്ടു കഴിഞ്ഞപ്പം പ്രഥമ ദൃഷ്ടിയ എന്താ പറയുക, നമ്മളെ കണ്ണുകൊണ്ട് കണ്ടു കഴിഞ്ഞാൽ അതിലൊരു എക്സസീവായിട്ട് മരം മുറിച്ചിട്ടുണ്ടെന്ന് തോന്നും. അപ്പൊ മുറിക്കുന്നതിന് മുമ്പുള്ള ചിത്രം എത്ര മരം ഞാഞ്ഞ് കിടക്കുന്നുണ്ട്, ലൈനിലേക്ക് എത്രയുണ്ട്, കഴിഞ്ഞ വർഷം അപകടം ഉണ്ടായി, പൊട്ടി വീണ്ട ഒരാള് ചവിട്ടി മരിച്ചു, ആ പ്രശ്നങ്ങളൊക്കെ ബാക്കി നിൽക്കുമ്പോഴും ചെയ്യുന്ന കാര്യങ്ങളുടെ കൃത്യത
കാരണം അത് വെച്ചുപിടിപ്പിക്കുന്നവന്റെ പിന്നെ ഒന്നും കൂടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായിട്ടും ചാർജുള്ള ഡെപ്യൂട്ടി സിയായിട്ടും വിളിച്ച് സംസാരിച്ചപ്പോൾ പുറമേ നിന്നുള്ള പുറത്ത് താമസിക്കുന്നവരാണ്, അവർക്ക് നോട്ടീസ് അയച്ചു, അവര് പ്രതികരിച്ചില്ല എന്നൊക്കെ പറയുന്നു. അതിനെ സംബന്ധിച്ചൊരു ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ട്. അതിനകത്തൊരു ബോധ്യം വരണം, ജനങ്ങൾക്ക് പരാതി ഉണ്ടാകും. ഞാൻ ജനപ്രതിനിധികളായിട്ടും കൂടെ ഒന്ന് ബന്ധപ്പെട്ട അത്തരം കാര്യങ്ങൾ ഈ പർട്ടിക്കുലർ ഇങ്ങനത്തെ വരുന്ന തർക്കമായി വരാവുന്ന സാധ്യതയുള്ള കേസുകളിൽ മരമുറി അല്ലെങ്കിൽ ടച്ചിങ് ചില സ്ഥലത്ത് ചെയ്യുന്നില്ല. ഇന്നലെ എനിക്ക് എൻ്റെ ഫോണിൽ തിരുവനന്തപുരത്തു നിന്നുള്ള ഒരു വീഡിയോ അയച്ചു തന്നിട്ടുണ്ട്. MLA-മാരായ CR മഹേഷ്, ജ്യോതികുമാർ ചാമക്കാല, വിഷ്ണു മോഹൻ, MM നസീർ, കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ R ലതാദേവി, പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ദീന മാറോയി, മന്ത്രി ഷിബു ബേബി ജോണിന്റെ പ്രതിനിധി വൈശാഖ്, C അജയപ്രസാദ് MLA-യുടെ പ്രതിനിധി G വിജയൻ, ഉല്ലാസ് കോവൂർ MLA-യുടെ പ്രതിനിധി ഗോപകുമാർ, KSEB ദക്ഷിണ മേഖല ചീഫ് എഞ്ചിനീയർ RR ബിജു, കൊല്ലം ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ സോണി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. ലിപ്സ്റ്റിക് ഫ്രീ ക്യാമ്പസ് ആകാൻ സ്കൂളുകൾ. കുട്ടികളിലെ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ അപകടകരമായ ഉപയോഗത്തിനെതിരെ പ്രചാരണത്തിന് തയ്യാറെടുക്കുകയാണ് ശിശുക്ഷേമ സമിതി. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇത് കാരണമാകുന്ന പശ്ചാത്തലത്തിലാണ് ശിശുക്ഷേമ സമിതി വ്യാപകമായ പ്രചാരണത്തിന് ഒരുങ്ങുന്നത്. സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ അടങ്ങിയിട്ടുള്ള മൂലകങ്ങൾ കുട്ടികളിൽ കുടൽ ക്യാൻസറിന് കാരണമാകുമെന്ന മുൻപ് തന്നെ ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ടുണ്ടായിരുന്നു. ലിപ്സ്റ്റിക്, ഐലൈനർ, ഐഷാഡോ, ബ്ലഷ്, ഫേസ് ക്രീമുകൾ തുടങ്ങിയവയിൽ മെർക്കുറി, കാഡ്മിയം ഉൾപ്പെടെയുള്ള മൂലകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഈ മൂലകങ്ങളുടെ അളവ് കൂടുന്നത് ചർമ്മത്തെ കൂടാതെ ആന്തരിക അവയവങ്ങളെയും ബാധിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കാം. കൊല്ലം, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ കുടൽ ക്യാൻസർ ബാധിതരായ കുട്ടികളുടെ എണ്ണം അടുത്ത കാലത്തായി കൂടുതലാണെന്ന് തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിന്റെ പഠന റിപ്പോർട്ട് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ബോധവൽക്കരണത്തിന് തുടക്കം കുറിച്ചത്. ലിപ്സ്റ്റിക് ഉൾപ്പെടെയുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കളുമായി സ്കൂളിലെത്തുന്ന കുട്ടികൾ പീരീഡിന്റെ ഇടവേളകളിൽ ഇവ ഉപയോഗിക്കുന്നു എന്നാണ് അധ്യാപകരുടെ കണ്ടെത്തൽ. കുട്ടികൾ ഇത് അമിതമായി മുഖത്ത് പുരട്ടുന്നത് മൂലം അവരുടെ നേർത്ത ചർമ്മം ഇതിലടങ്ങിയിരിക്കുന്ന രാസവസ്തുക്കൾ വലിച്ചെടുക്കുന്നു. അലർജി, ഹോർമോൺ പ്രശ്നങ്ങൾ, വളർച്ചാ വൈകല്യങ്ങൾ, ക്യാൻസർ എന്നിവയ്ക്കെല്ലാം ഇവ കാരണമാകും. ഇവ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് കുട്ടികൾക്ക് ക്ലാസ് നൽകുകയും സ്കൂളുകളിൽ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ പൂർണ്ണമായും ഒഴിവാക്കുകയുമാണ് ലക്ഷ്യം. ബോധവൽക്കരണം പൂർത്തിയായ സ്കൂളുകളെ ലിപ്സ്റ്റിക് ഫ്രീ ക്യാമ്പസായി പ്രഖ്യാപിക്കും. തുടർന്ന് രക്ഷിതാക്കൾക്കും ബോധവൽക്കരണം നൽകും. സ്കൂളുകൾക്ക് പുറമെ റെസിഡൻസ് അസോസിയേഷനുകളിലും കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളിലും വിവിധ സംഘടനകളിലും ബോധവൽക്കരണ ക്ലാസുകൾ നടത്തും. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ക്ഷേത്രമോഷ്ടാവ് പിടിയിൽ. തഴവ കടത്തൂർ സ്വദേശി ഷെഫീഖാണ് പിടിയിലായത്. നിലവിളക്കുകൾ, ഉരുളി, ചെമ്പുകുടങ്ങൾ എന്നിവയാണ് മോഷ്ടിച്ചത്. കടത്തൂർ തയ്യൽ കുടുംബക്ഷേത്രത്തിലായിരുന്നു മോഷണം. ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ ശേഷം ഒളിവിലായിരുന്ന പ്രതിയാണ് പിടിയിലായത്. തഴവ കടത്തൂർ വെട്ടുവേലിൽ കിഴക്കതിൽ ഷെഫീഖാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത്. മെയ് 27 രാത്രി കടത്തൂർ തയ്യൽ കുടുംബക്ഷേത്രത്തിലാണ് ഇയാൾ മോഷണം നടത്തിയത്. തിടപ്പള്ളിയിൽ സൂക്ഷിച്ചിരുന്ന 45 നിലവിളക്കുകളും ഉരുളികളും ചെമ്പുകുടങ്ങളും അടക്കം മോഷ്ടിച്ചിരുന്നു. കൂട്ടുപ്രതിയായ ശിവസുധനെ നേരത്തെ പിടികൂടിയിരുന്നു. ഇതറിഞ്ഞ ഷെഫീഖ് ഒളിവിൽ പോവുകയായിരുന്നു. ശിവസുധൻ നിലവിൽ റിമാൻഡിൽ കഴിയുകയാണ്. മോഷണം പോയ മുഴുവൻ ഉരുപ്പടികളും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 2.5 ലക്ഷം രൂപയുടെ സാധനങ്ങളാണ് മോഷണം പോയത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ഓലയിൽ കടവ് പാലം തേവള്ളിപ്പാലം വരെ നീട്ടുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. ടെൻഡർ നടപടികൾ പുരോഗമിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. 73.4 കോടിയാണ് പദ്ധതി ചെലവ്. അടുത്ത ഘട്ടമായി ഓലയിൽ കടവ് പാലം തേവള്ളിപ്പാലം വരെ നീട്ടുമെന്നാണ് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞത്. ഇതിനായി ടെൻഡർ നടപടികൾ പുരോഗമിക്കുകയാണ്. പാലം സന്ദർശിച്ച ശേഷമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. ഈ തേവള്ളിപ്പാലം കൊല്ലത്ത് വളരെ പ്രതീക്ഷയോടുകൂടി വന്ന പാലമാണ്. അതിന്റെ അടുത്ത ഫേസ് എത്രയും പെട്ടെന്ന് ആരംഭിക്കും. എന്നത്തേക്ക് ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയത്? ഉദ്ഘാടനം ചെയ്ത് പണി തുടങ്ങിയില്ല, തുടങ്ങാൻ പോണതേ ഉള്ളൂ. എത്ര വർഷം? ബഡ്ജറ്റ് കഴിഞ്ഞു. ഒരുപാട് വർഷം പോകത്തില്ല, എത്രയും പെട്ടെന്ന് തീർക്കും. സമയബന്ധിതമായി തീർക്കും. ആരും നോക്കാതെ കാണാതെയൊക്കെ ഇവിടെ വെച്ച് പണി നിർത്തിയാക്കി ഇട്ട് പോയതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. ഞങ്ങളെന്തായാലും വളരെ സമയബന്ധിതമായി ഇത് പണി പൂർത്തിയാക്കി. 73.4 കോടി രൂപയാണ് പദ്ധതി ചെലവ്. ഓലയിൽ കടവ് പാലത്തിൽ അപകടങ്ങൾ ഒഴിവാക്കാൻ സുരക്ഷാ വേലി ഒരുക്കാനും സുരക്ഷാ ജീവനക്കാരെ നിയമിക്കാനും മന്ത്രി നിർദ്ദേശിച്ചു. മണ്ഡലത്തിലെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ച് RSP ചിന്നക്കട ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി.
RSP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ഇന്ധനവില വർധനവ് ജനജീവിതം ദുസ്സഹമാക്കുകയാണെന്ന് ധർണ ഉദ്ഘാടനം ചെയ്ത RSP കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം AA അസീസ് പറഞ്ഞു. ഇന്ധന വില വർധനവിൽ പ്രതിഷേധിച്ചാണ് RSP കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിന്നക്കട ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയത്. RSP കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം AA അസീസ് ധർണ ഉദ്ഘാടനം ചെയ്തു. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ അനിയന്ത്രിതമായ വില വർധന മൂലം ജനജീവിതം ദുസ്സഹമാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. സമരങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സമരങ്ങൾ രംഗത്താണ്. BJP ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സമരരംഗത്താണ്. CPM സമരരംഗത്താണ്. CI2 സമരരംഗത്താണ്. അതുപോലെ ഇടതും വലതുമായിട്ടുള്ള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സമരം നടത്തുന്നുണ്ട്. പക്ഷേ നരേന്ദ്രമോദിയുടെ കണ്ണു തുറക്കുന്നില്ല എന്നതാണ്. തുറപ്പിക്കാൻ സമരം വേണ്ടിവരും. ഇനിയും അതിരൂക്ഷമായ സമരം വേണ്ടി വന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് കേന്ദ്ര ട്രേഡ് യൂണിയനുകളും കേന്ദ്ര തൊഴിലാളി സംഘടനകളും അത് യോജിച്ചുകൊണ്ട് അതിരൂക്ഷമായ പ്രക്ഷോഭണ സമരം നടത്തുവാൻ തയ്യാറാകുമെന്ന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് RSP ജില്ലാ സെക്രട്ടറി KS വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. R സുനിൽ സ്വാഗതം പറഞ്ഞു. മുൻ മന്ത്രി ബാബു ദിവാകരൻ, J മധു, KC സിലി, P പ്രകാശ് ബാബു, G രാജേന്ദ്ര പ്രസാദ്, AM സാലി, കുരീപ്പുഴ മോഹനൻ, M നാസർ ഖാൻ, കൈപ്പുഴ V റാംമോഹൻ, R അജിത് കുമാർ, കോക്കാട് റഹീം, ജസ്റ്റിൻ ജോൺ, G വേണുഗോപാൽ, പാങ്ങോട് സുരേഷ്, TK സുൽഫി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും. അവയവ കച്ചവട കേസിൽ ഇടനിലക്കാരുടെ വീടുകളിൽ ED പരിശോധന. കൊല്ലം പുളിയത്തുമുക്ക് സ്വദേശിനി ശ്രീജ, കൊല്ലം സ്വദേശി സുധീർ എന്നിവരുടെ വീടുകളിലാണ് പരിശോധന നടത്തിയത്. സംസ്ഥാനത്ത് 5 ഇടങ്ങളിൽ റെയ്ഡ്. ട്രെയിൻ യാത്രക്കാരുടെ ദുരിതത്തിന് താൽക്കാലിക ആശ്വാസം. സ്പെഷ്യൽ ട്രെയിനുകൾ ജൂലൈ വരെ നീട്ടാൻ തീരുമാനം. തിരുവനന്തപുരം ബംഗളൂരു റൂട്ടിൽ ഓടുന്ന വിവിധ സ്പെഷ്യൽ ട്രെയിനുകളാണ് നീട്ടിയത്. ക്രെയിൻ മറിഞ്ഞ അപകടം. ചക്കുവള്ളി ജംഗ്ഷന് സമീപമാണ് അപകടമുണ്ടായത്. ദേവസ്വം ബോർഡിന്റെ സ്ഥലത്ത് അപകടാവസ്ഥയിൽ നിന്ന് പാലമരം മുറിച്ചു നീക്കുന്നതിനിടെയായിരുന്നു അപകടം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.